മിഡിൽ ഈസ്റ്റിനെ വീണ്ടും പിടിച്ചുകുലുക്കുന്ന ഏറ്റവും വലിയ സസ്പെൻസ് ആണ് ഇപ്പോൾ ഇറാന്റെ നവനിഴൽ ഭരണാധികാരി മുസ്തഫ ഖമേനിയെ ചുറ്റിപ്പറ്റി പുകയുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ മുൻ പരമോന്നത നേതാവും പിതാവുമായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായി ചുമതല ഏറ്റെടുത്ത മുസ്തഫ ഖമേനി ഗുരുതരാവസ്ഥയിലാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. റഷ്യയിൽ അതീവ രഹസ്യമായി ഇദ്ദേഹം ചികിത്സയിലാണ് എന്ന് വരെ പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം മറുപടിയായി ഇറാൻ തൊട്ടടുത്ത ദിവസങ്ങളിൽ അടിയന്തരമായിട്ടൊരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോയിൽ കാണുന്നത് എന്താണ്? അത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ദൃശ്യങ്ങളാണോ അതോ പ്ലാൻ ചെയ്ത നാടകമോ? മുസ്തഫയുടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇറാൻ ഭരണകൂടത്തിന് എത്രത്തോളം വലിയ തിരിച്ചടിയാണ്? ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ എന്താണ് പ്രചരിച്ച വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉയർത്തിയ അവകാശവാദങ്ങൾ എന്നൊന്ന് നോക്കാം. ഒന്ന്, പാശ്ചാത്യ രാജ്യങ്ങളുടെ അവകാശവാദമാണ്. മുസ്തഫ ഖമേനിക്ക് വൻതോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റതിനു ശേഷം അദ്ദേഹം ജീവച്ഛവമായി കഴിയുകയാണ് എന്നും റിപ്പോർട്ടുകൾ വന്നു. ചില ടെലിഗ്രാം ചാനലുകളും ഇസ്രായേലി മാധ്യമങ്ങളും ഇദ്ദേഹം മരിച്ചു എന്നുവരെ പ്രചരിപ്പിച്ചു. 2, റഷ്യൻ ആശുപത്രിയിലെ രഹസ്യ ചികിത്സ. പാശ്ചാത്യ ഇന്റലിജൻസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വന്ന മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ നിന്ന് വ്ളാദിവോസ്റ്റോക്കിലേക്കോ മോസ്കോയിലേക്കോ അതീവ രഹസ്യമായി ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്തു എന്നാണ്. റഷ്യയിലെ അതിവേഗ സർജൻസിന്റെ നിരീക്ഷണത്തിലാണ് ഇദ്ദേഹം എന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പടർന്നു. അടുത്തത്, ഇറാന്റെ രാഷ്ട്രീയ അന്തരീക്ഷം നോക്കുമ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അധികാര കടിഞ്ഞാൺ കൈവശം വെക്കുമ്പോഴും സുപ്രീം ലീഡർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വൻ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വഴി തുറക്കുമെന്ന ഭയത്തിലായിരുന്നു ഭരണകൂടം. മരണവാർത്തകളും ഗുരുതരാവസ്ഥയെക്കുറിച്ചുള്ള കിംവദന്തികളും ആഗോളതലത്തിൽ വൈറലായതോടെ ഇറാന്റെ സെമി ഒഫീഷ്യൽ ഏജൻസിയായ മേർ ന്യൂസ് തൊട്ടു പിന്നാലെ ഒരു വീഡിയോ പുറത്തുവിട്ടു. എന്താണ് വീഡിയോയിൽ ഉള്ളത് എന്ന് നോക്കുമ്പോൾ ഏകദേശം 12 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ് ഇറാൻ പുറത്തുവിട്ടത്. വീഡിയോയിൽ മുസ്തഫ ഖമേനി ഉദ്യോഗസ്ഥരുമായും സൈനിക തലവന്മാരുമായും ശാന്തമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാം. ഇദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കാണിക്കാനാണ് ഇറാൻ ശ്രമിച്ചത്. റെസിഡൻഷ്യൽ ഏരിയയിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായിട്ട് ഇദ്ദേഹം അടിയന്തര കൂടിക്കാഴ്ച നടത്തിയെന്നും ഇറാനിയൻ മീഡിയ അവകാശപ്പെട്ടു. എന്നാൽ ഇവിടെയാണ് പ്രധാന സംശയങ്ങൾ ഉദിക്കുന്നത്. തീയതി വ്യക്തമല്ല. അതായത് വീഡിയോ ഏത് സമയത്ത് എവിടെ വെച്ച് ചിത്രീകരിച്ചതാണ് എന്ന് മേർ ന്യൂസ് വ്യക്തമാക്കിയിട്ടില്ല. ഇനി പഴയ ദൃശ്യങ്ങളാണോ, മുൻപ് പകർത്തിയ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്തതാണോ എന്ന സംശയം അന്താരാഷ്ട്ര ഫാക്ട് ചെക്കിംഗ് ഏജൻസികൾ ഉയർത്തുന്നുണ്ട്. ഇനി ഭരണം ഏറ്റെടുത്ത ശേഷം പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾ വെറും 12 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു അൺഡേറ്റഡ് വീഡിയോ വഴി തത്സമയം സുരക്ഷിതനാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിദേശകാര്യ വിദഗ്ധരുടെ പക്ഷം. ഇനി മുസ്തഫ ഖമേനിയുടെ അസാന്നിധ്യമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള പ്രചാരണങ്ങളാണോ ഇറാനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഒന്ന്, നേതൃത്വത്തിലെ ആ ഒരു ശൂന്യതയാണ്. അലി ഖമേനിയുടെ മരണശേഷം പ്രൊഫഷണൽ രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് മുസ്തഫ. എന്നാൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഇറാന്റെ നയതന്ത്ര ചർച്ചകളെയും US ഇസ്രായേൽ പ്രതിരോധ പദ്ധതികളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അടുത്തത്, IRGCയുടെ ഉള്ളിലെ ഭിന്നതയാണ്. ഇറാന്റെ ഏറ്റവും ശക്തിയേറിയ സൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡ്സിലെ കമാൻഡർമാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായ വാർത്തകൾ വഴി സാധിക്കുന്നുണ്ട്. സുപ്രീം ലീഡർ സുരക്ഷിതനല്ലെന്ന് കണ്ടാൽ സേനയ്ക്കുള്ളിൽ തന്നെ അധികാര തർക്കങ്ങൾ ഉണ്ടാകാം. അടുത്തത്, സൈക്കോളജിക്കൽ വാർഫെയർ. വാഷിംഗ്ടണും ടെലവീവും ചേർന്ന് നടത്തുന്ന ഒരുതരം ഇൻഫർമേഷൻ വാർഫെയർ ആണിത്. ശത്രു രാജ്യത്തിന്റെ നേതാവ് വധിക്കപ്പെട്ടു അല്ലെങ്കിൽ ശക്തനല്ല എന്ന് പ്രചരിപ്പിക്കുന്നതിലൂടെ ജനങ്ങളുടെ ആത്മവീര്യം കെടുത്താൻ അവർക്ക് സാധിക്കുന്നു. ടെക്നിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മീഡിയ പ്രൊപ്പഗാൻഡയും നിർമ്മിത ബുദ്ധിയും AI-യുമാണ് ആദ്യത്തേതെന്ന് പറയുന്നത്. ഇക്കാലത്ത് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ള സംശയമുണ്ട്. ഇന്റലിജൻസ് പോരാട്ടങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോകൾ ഇറക്കുന്നതും അതല്ലെങ്കിൽ ശത്രുക്കൾ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നതും സാധാരണമാണ്. ഇനി സർക്കാർ പബ്ലിക് ഇമേജ് മാറ്റിമറിക്കുന്നുണ്ട്. പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനങ്ങൾക്കിടയിലും സൈനിക വിഭാഗങ്ങൾക്കൊപ്പമുള്ള മുസ്തഫ ഖമേനിയുടെ കൂടുതൽ യഥാർത്ഥ ചിത്രങ്ങളും വീഡിയോകളും വരും ദിവസങ്ങളിൽ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ വഴി പുറത്തുവിട്ട് ഈ കിംവദന്തികൾക്ക് പൂർണ്ണമായും തടയിടാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത്, ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കോട്ട. ഒരു നേതാവിന് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്താൽ ഭരണം നിലയ്ക്കില്ല എന്ന് ഉറപ്പാക്കാൻ സെൻട്രൽ കൗൺസിലും അസംബ്ലി ഓഫ് എക്സ്പേർട്സും അവിടെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, മുസ്തഫ ഖമേനി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ ജീവച്ഛവമായി മാറിയിരിക്കുകയാണ് എന്ന പ്രചരണങ്ങൾ പുതിയതും പാശ്ചാത്യ മീഡിയ പ്രൊപ്പഗാൻഡയുടെ ഭാഗവുമാണ്. എങ്കിലും ഇറാൻ റിലീസ് ചെയ്ത ആ 12 സെക്കൻഡ് വീഡിയോ നിഗൂഢതകൾ ഉയർത്തുന്നുണ്ട് എന്നതിൽ സംശയമില്ല. പൂർണ്ണ ആരോഗ്യവാനായി ജനങ്ങൾക്കിടയിലേക്ക് മുസ്തഫ കടന്നു വരുന്ന ദൃശ്യങ്ങൾ ഔദ്യോഗികമായി പുറത്തു വരുന്നത് വരെ ഈ വാക്പോരുകളും കിംവദന്തികളും തുടർന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.